DSLR വാങ്ങുന്ന എല്ലാവർക്കും വേണ്ട ഒരു ബേസിക് നീഡാണ് അതിന്റെ ക്യാമറ ബാഗ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആമസോൺ ബേസിക്സിന്റെ ക്യാമറ ബാഗാണ്. നമുക്ക് ഇതിലൂടെ എങ്ങനെ ഒരു ക്യാമറ ബാഗ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്യാമറ ബാഗിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ബേസിക് അപ്പിയറൻസ് ഇത് കാണുമ്പോഴെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 25 സെന്റിമീറ്ററോളം വരും. അതിന്റെ വീതി എന്ന് പറയുമ്പോൾ ഒരു 32 സെന്റിമീറ്റർ വരും. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 സെന്റിമീറ്റർ ആണ്. അതായത് അത്യാവശ്യം വലിപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ഗിയറും അതുപോലെ അതിന്റെ കൂടെ വരുന്ന ഒരു 3 ലെൻസസ് വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം വരെ നമുക്ക് ഒരു മഴയത്തേക്ക് ഇത് കൊണ്ടു നടക്കാം. പക്ഷേ ബേസിക്കലി ക്യാമറ ബാഗുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. മാക്സിമം അതിന് പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഇനി ഇതിന്റെ സിപ്പ് കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ ലോക്ക്, അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഇന്റീരിയർ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്കും ഒന്ന് ഓറഞ്ചും. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ഡിവൈഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റം മെയ്ഡായിട്ട് നമുക്ക് നമ്മുടെ ലെൻസും നമ്മൾ വെക്കുന്ന ഗാഡ്ജറ്റ്സും അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള ടാബ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കമ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്കൊരു സിപ്പേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ട ബാറ്ററീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കേബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഈ സ്മോൾ കൈൻഡ് ഓഫ് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡിൽ 2 പോക്കറ്റ്സ് അവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ഇത് കാണിച്ചു. അതിൻ്റെ വെയിറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 0.85 kg ഒക്കെയാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1 LBS ഒക്കെ വരുന്നുള്ളൂ വെയിറ്റ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് അധികം തോന്നത്തില്ല. പിന്നെ ഇതിന് അത് കൂടാതെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ രീതിയിലുള്ളൊരു ഷോൾഡർ ഹാങ്ങിങ് അതിന് വേണ്ടിയിട്ടൊരു ഇത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ ഒരു രീതിയിൽ നമുക്കൊരു സൗകര്യമുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനനുസരിച്ച് കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് അവരത് തന്നിരിക്കുന്നത്. ഞാനിനി ഇതിനകത്ത് ഈ ഷോൾഡർ സ്ട്രാപ്പ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വിയർ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമുക്കിതിൻ്റെ ലെങ്ത് നമ്മുടെ ഷോൾഡർ അനുസരിച്ച്. ഇനി ഈ സ്ട്രാപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇതായിരിക്കും ഇതിൻ്റെ ഒരു ബേസിക് ലെങ്ത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഇത്രയുള്ള ഒരു ബാഗ് തന്നെ വേണം ക്യാമറയ്ക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം ലെൻസുകൾ അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗിയറും ലെൻസും ഞാൻ ഇതിനകത്തൊന്ന് വെച്ചിട്ട് ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിലവിൽ ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഗിയർ വിത്ത് ലെൻസ്, അതുകൂടാതെ വേറെ 2 ലെൻസ് കൂടിയാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനി എൻ്റെ കയ്യിലുള്ള ബാറ്ററീസ്, അതേപോലെ ഇതിൻ്റെ ലെൻസിൻ്റെ ക്യാപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ഡിവൈഡേഴ്സിൻ്റെ അറ്റം ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്തോളും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇനി ഇത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതിനെ സ്റ്റിക്ക് ചെയ്യും. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഇതിനെ ചുമ്മാ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ അധികം മൂവ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇതിനാകെ വരുന്ന ഒരു ഡീമെറിറ്റ് ആയിട്ട് കാണുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ടൈപ്പ് ഓഫ് ലെൻസസ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാനുള്ള അത്രയും കുറച്ച് പാടായിരിക്കും. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് കണ്ടില്ല ഇതുവരെ. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് വല്ലത്ത് ലോജിക്ക ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.